ഹലോ നമസ്കാരം. AJR ബ്ലോഗിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അബ്ദുൽ ഗഫൂർ, വളാഞ്ചേരി. പക്ഷെ ഇപ്പോൾ ഞാൻ വളാഞ്ചേരിയിലല്ല, നല്ല വെയിൽ ഊട്ടിയിലാണുള്ളത്. നമ്മൾ ഇന്നലെ ഓൾമോസ്റ്റ് മൈസൂരിൽ നിന്ന് പുറപ്പെട്ടു. ഗുണ്ടൽപേട്ട് വഴി ആ പറയാനുള്ള വാക്കുകളുണ്ടല്ലോ, അത് ആസ്വദിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഊട്ടിയിലെത്തി. ഊട്ടിയിലെത്തിയപ്പോൾ ഓൾമോസ്റ്റ് 9 മണി കഴിഞ്ഞു കേട്ടോ. പിന്നെ നേരെ വന്ന് ഫുഡ് കഴിച്ചു. റൂമിലേക്ക് എത്തിയപ്പോഴത്തേന് ഒരു 10-10:30 ഏകദേശമായി. കാലത്ത് നേരത്തെ എണീക്കണമെന്നൊക്കെ പറഞ്ഞ് കടന്നിട്ടുണ്ടെങ്കിലും എണീക്കാൻ നേരം വഴുകി. 8 മണിയായി ഇപ്പോൾ സമയം. ഓക്കെ, സോ നേരം വൈകാൻ ഞാൻ പറഞ്ഞില്ലേ, അത്ര ക്ഷീണം ഉണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. മിനിഞ്ഞാന്ന് 1 മണിക്കാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഞങ്ങൾ മൈസൂരിലേക്ക് പോയത്. അന്ന് ഗുണ്ടൽപേട്ടിൽ അവിടെ വന്നിട്ട് കുറച്ച് നേരം 1 മണിക്കൂർ ഞങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു. കാരണം ചെക്ക് പോസ്റ്റ് അടവായിരുന്നു. 6 മണിക്ക് ചെക്ക് പോസ്റ്റ് തുറന്നു. മൈസൂർ എത്തുമ്പോഴത്തേന് 8-8:30 മൈസൂർ എത്തി. ഫുള്ള് നമ്മൾ ഈ സൂവിലാണെങ്കിലും പാലസിലാണെങ്കിലും മറ്റ് പാർക്കുകളിലാണെങ്കിലും നടത്തം തന്നെയല്ലേ, അത് ഫുൾ ടയർഡായിരുന്നു. ഞാൻ ഊട്ടിയിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളെടുത്ത റൂമിൻ്റെ പുറം ഭാഗം കേട്ടോ. ഓക്കെ, നമ്മളിവിടെ 2nd ഫ്ലോറിലുള്ളത്. ഇപ്പം ഞാൻ ബാൽക്കണിയിലാണ്. നല്ല വെയിലടിക്കുന്നുണ്ട്. ഈ വെയിലത്ത് നിൽക്കുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ. കാരണം നല്ല ചെറിയ തണുത്ത കാലാവസ്ഥയാണ്. അപ്പോൾ വെയിലത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖമുണ്ട്. ഞാൻ പറഞ്ഞു തന്നല്ല ഒരു കട്ടൻ ചായ ആയിട്ട് തുടങ്ങാന്നുള്ളത്. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഓക്കെ, കട്ടൻ ചായ ഒക്കെ കിട്ടിയത് ആവി വന്നിട്ട് കാണാണ്ടോ? കട്ടൻ ചായൻ്റെ ആവി വന്നിട്ട് കാണാണ്ടോ നമുക്ക്? ഓക്കെ, ബാൽക്കണിയിൽ ഇരുന്നിട്ട് 6 മണിക്ക് കട്ടൻ ചായ തുടങ്ങാന്നൊക്കെ പറഞ്ഞാണ്. മുത്തുമോൾ ഇതുവരെ എണീറ്റിട്ടല്ല. ഞാൻ എണീറ്റ് കുളി കഴിഞ്ഞു. വാ, അപ്പം ഞാൻ എണീറ്റ് എൻ്റെ കുളി കഴിഞ്ഞു. ഒരു കട്ടൻ ചായൻ്റെ തുടക്കം. ഇനി എന്തായാലും ഇവരൊക്കെ കുളിച്ച് എല്ലാവരും റെഡി വരുമ്പോഴത്തേന് 10 മണി പ്രതീക്ഷിക്കണം. കാരണം എൻ്റെ 4 മക്കൾ, എൻ്റെ പേരക്കുട്ടി, മരുമോന്, ഭാര്യ പിന്നെ റെഡിയാണ്. അവിടെ എന്നെക്കാട്ടി മുന്നേ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഒരു 10 മണിയാവും പുറത്തിറങ്ങാനാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് എന്തൊക്കെയാണ് ഇങ്ങനെ ചുറ്റിപ്പറ്റി കറങ്ങിയിട്ട് രാത്രി ആകുമ്പോഴത്തേനും വീട് പിടിക്കാം. പറയാനുള്ള അത്രേ ഉള്ളൂ. നമ്മളെപ്പോഴും ഊട്ടി ഭാഗത്തൊക്കെ വരുമ്പോൾ റൂം മസ്റ്റായിട്ട് ബുക്ക് ചെയ്തിട്ട് വരണം. കാരണം ഇവിടെ അത്യാവശ്യം തണുപ്പൊക്കെ ആകുമ്പോഴേ നമ്മളിവിടെ എത്തുമ്പോഴത്തേനും കുട്ടികളൊക്കെ തണുത്ത് വീർത്തിട്ട് അവരിങ്ങനെ കാട്ടിന് കാണുമ്പോൾ നമുക്കൊരു, എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ നമ്മൾ കാശ്മീർ പോവാത്ത സ്ഥലങ്ങളില്ല. പക്ഷെ എന്താ അറിയില്ല, ഇന്നലെ ഇവിടെ വരുമ്പോഴത്തേനൊക്കെ തണുത്തു. പേരക്കുട്ടിക്ക് പനി തുടങ്ങി. അപ്പോൾ നമ്മളാകെ ആ ധൈര്യം ചോർന്നു. കാരണം കുട്ടികൾക്ക് വയ്യാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ സുഖം ഉണ്ടാവില്ല. അങ്ങനെ വേഗം ഭക്ഷണം കഴിച്ചിട്ട് റൂം മുളഞ്ഞു. റൂം നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ചതുകൊണ്ട് നമുക്ക് ടെൻഷനില്ല. പക്ഷെ എന്നാലും വലിയൊരു സ്റ്റാൻഡേർഡ് റൂമൊന്നും പറയാനില്ല. ഒരു റൂം, ബാത്റൂം, കിച്ചന്, ഈ സിറ്റ് ഔട്ട്, ഇങ്ങനെയൊക്കെയുള്ളൊരു സൗകര്യമുള്ള ഒരു സാധനം. ഇതാണ് ഇപ്പോൾ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ബാത്റൂം, അത് മെയിൻ ഡോറ്, അപ്പുറത്ത് അതേപോലെ റൂമുണ്ട്, അതിൽ കിച്ചനും ഉണ്ട്. എന്താ കിടക്കണം ഇത്രയുള്ള റൂമിൻ്റെ സൗകര്യങ്ങൾ. ഇങ്ങനെ പുറത്ത് ഇറങ്ങിയാൽ ഇപ്പോൾ ഞാൻ നേരത്തെ ബാൽക്കണി, വലിയൊരു റൂം കുന്തൊന്നും പറയാനില്ല. AC പോലും ഒരു ഫാൻ പോലും ഇല്ല. അതിനൊരു ആവശ്യം ഇവിടെ ഇല്ല കേട്ടോ. ഇയാൾക്ക് പനിച്ചു. അവിടെയാണ് ഇപ്പോൾ നമ്മളെ ഒത്തിരിക്ക് പോവുക. വീഡിയോ റെക്കോർഡിങ്. ഹലോ കമപ്പ് ബൈ ബോയ്സ്. മുതലാളി ചായ വേണ്ട മുതലാളി വീഡിയോ റെക്കോർഡിങ് ആണ് മുതലാളി. കണ്ട എന്താ ഡിമാൻഡ് ഞങ്ങൾ ആക്കിയത് ഇങ്ങനെ ഉണ്ടോ? എൻ്റെ കുട്ടി പനിക്കാണെങ്കിൽ ഒക്കെ അയച്ചിട്ട് കൊടുക്കാണി ഒന്നും ഇടൂല. എന്നിട്ട് പുതപ്പും വെക്കാതെ കണ്ടിരുന്നതാ. ഇപ്പൊ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ പുതപ്പിന്റെ ഉള്ളിൽ പോയിക്കണം. ഹലോ എന്തൊരു ദേഷ്യമാണോ ചെക്കർക്കാണെങ്കിൽ. ദേഷ്യത്തിന്റെ കാര്യത്തിൽ ഇന്റെ സ്വഭാവം തന്നെ കിട്ടിയത്. അതാ രസം. ദേഷ്യത്തിന്റെ കാര്യത്തിൽ ഇന്റെ സ്വഭാവ നീക്കണോ? എന്തായാലും നീക്കണില്ല. ഇതാണ് ഒരു റൂം. മിററും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അൽമാറി മിററും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഒരു റൂം കിട്ടിയത്. അതായത് സാറ്റർഡേ ആയതുകൊണ്ടേ ഇവിടെ ഫുള്ളായിരുന്നു. ഒരു റൂം കിട്ടിയത് ഇതിലാണ്. ഇതിൽ കിച്ചനും ഉണ്ട്. ഇവിടെ ഒരു റൂം കിച്ചൺ. ഇത് ഇൻ്റർ കണക്ഷൻ റൂമാണ്. ആ റൂമിൽ നിന്ന് ഇൻ്റർ കണക്ഷൻ റൂമാണിത്. പക്ഷെ ആ റൂം വരാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ റൂമും നമ്മുടെ കിച്ചൺ സൗകര്യം. ഇത് ചാരച്ചാ കുട്ടിക്ക് പഴം പുഴുങ്ങാണ്. അതിനുള്ള സൗകര്യങ്ങളുണ്ട്, പാത്രങ്ങളുണ്ട്, അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കുട്ടിക്ക് പഴം പുഴുങ്ങുന്നുണ്ട്. ഇത് തിളച്ചടി
ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വരുമ്പോൾ ഇവിടെ റൂം എല്ലാ സൗകര്യം തന്നെ, അവിടെ ബാത്റൂം. ഓക്കെ, ഇങ്ങനെ ഒരു കുഴപ്പമില്ല. നമ്മളെ സംബന്ധിച്ചിട്ട് പിന്നെ നമ്മൾ 3000-ൻ്റെയും 30,000-ൻ്റെയും പല റൂമും പല രീതിയിൽ നമ്മൾ എടുക്കലുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മളെ ഊട്ടിൻ്റെ ഈ കാലാവസ്ഥയിൽ ഇന്നലെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഇത് ധാരാളം. കാരണം 10 മണിക്ക് വന്ന് കയറുന്നത് ഞങ്ങൾ തന്നെ അറിയാതെ ഉറങ്ങിപ്പോകുന്നു. എന്ത് ജാതി ഉറക്കം ഉറങ്ങിയില്ല, നല്ല ഉറക്കം. സോ ഗൈസ്, കാലത്ത് ഞങ്ങൾ ഇറങ്ങി. കാലത്തെന്ന് വരാൻ പറ്റില്ല, 10 മണിയായി. പിന്നെ ഞങ്ങൾ എണീക്കാൻ കുറച്ച് വഴുകി. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്താണ് തലശ്ശേരി തക്കാളത്തേക്ക് വന്നിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡറുകൾ കൊടുക്കാം. ഓക്കെ, എന്തൊക്കെയല്ല മോനെ കഴിക്കാൻ? പുട്ട്, അപ്പം, പൂരി, പൊറോട്ട. എനിക്കൊരു സെറ്റ് പൂരി. ദോശ എന്നുള്ളത് സെറ്റ് ദോശ, മസാല ദോശ, നെയ് റോസ്റ്റ്, എഗ് ദോശ, ഒരു നെയ് റോസ്റ്റ്. ഹൈദരാബാദ് അതിങ്ങനെ അവിടുത്തെ ആൾക്കാർ നാച്ചുറലാണ് പറഞ്ഞത്. ഊട്ടി, മൈസൂർ, തമിഴ്നാട് അത് ലേശോടെ നിൽക്കും. അവർക്കെല്ലാം വേണ്ടി വരും. നോക്കണ പോലെ ലേശോടെ. ഓക്കെ, താങ്ക് യു പറഞ്ഞോളാം. താങ്ക് യു. അപ്പോൾ റയാൻ്റെ ഫുഡാണ് ഫസ്റ്റ് എത്തി കേട്ടോ. അല്ല, റയാനല്ല, അനുവിൻ്റെ ഫുഡ് ഫസ്റ്റ് എത്തി. എന്നാ ഞാൻ പിടിച്ചേരാം. ഇവിടെ ചെയ്യും. ഓ, അങ്ങനെ ഞാൻ തിന്നു. സോറി മോന്ത സോറി. ഓക്കെ, ഇത് സംഭവം ആൾക്കാർക്ക് പറ്റട്ടെ. ആദ്യം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്, എന്നിട്ട് നിന്നോളൂ. എന്നിട്ടോ ഞാൻ പൂരിയാണ് പറഞ്ഞത്. പൂരി എത്തി. ചട്ടിക്കറിയാ ഇത് തലശ്ശേരി പോലെ ഉണ്ട്, എനിക്ക് തോന്നുന്നുണ്ടോ? സോ ഗൈസ്, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. കുഴപ്പമില്ല, തലശ്ശേരി ഹോട്ടല്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി പോകണത് എവിടെയാണ്? തോടാപട്ടി. എന്താണ് ഇത് സ്ഥലത്തിന്റെ പേരാ? പോടാപട്ടിന്ന്. അപ്പൊ ഞങ്ങൾ ഇനി പോടാപട്ടിക്കാ പോണത്. പിന്നെ അവിടെ എന്താ ദോടാബെട്ട സൂസൈഡ് പോയിന്റ്, അങ്ങനെയാണ് അവിടേക്ക് ഞങ്ങൾ പോണത്. ഓക്കെ, ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ ഉണ്ട് അവിടെ. എന്തായാലും കാണാത്തൊന്നും ഉണ്ടാവില്ല, ഒക്കെ കണ്ടതന്നെ. ഊട്ടിയിൽ കാണാത്തുണ്ടാവില്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചില നമ്മളെ പ്രേക്ഷകർക്കും തോന്നിയത് എന്താണ് ഇവർക്ക് വിരാന്തായി ഊട്ടി മൈസൂര് എത്ര വട്ടം ഇവരെ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ടെന്ന് തോന്നും. പക്ഷെ എന്താ ചെയ്യുക, യാത്രകൾ നമ്മളൊരു വീക്ക്നെസ് ആണ്. പിന്നെ പെട്ടെന്നുള്ള യാത്രകൾ ഇങ്ങനെ ഷോർട്ടാക്കേണ്ടത് എന്താ കാട്ടാം. പിന്നെ ഫാമിലി ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ട്രക്കിങ്ങിനൊന്നും പോകാൻ പറ്റില്ല, മല കയറാനും. അപ്പം എന്തായാലും വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ സുഖം കിട്ടൂല. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒന്നിച്ചുള്ള ഈ യാത്രയിൽ ഒരു രസമാണ്. ആ രസമാണ് നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ഇറങ്ങണത്. ഓക്കെ, മോട്ടെ അതാ മോട്ട ഇന്റെ മുട്ടക്കുട്ടി. എന്റെ മുഖത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം. എന്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാണ്ടോ? ഇവിടെ വന്നോ, ഇതാ പുലി മാന്തിയതല്ല, ഇത് ഇന്റെ കരടി മാന്തിയതാ. ഒക്കെ ഒക്കെ മുറിയാക്കി അവര് മാന്തിയിട്ട് ദേഷ്യം വന്നാ എന്റെ മൂത്ത മാന്തുന്നത്. അനിയോ എന്റെ കുറ്റാണ് ഈ പറയണത് കേട്ടോ, എന്റെ കുറ്റാണ് ഈ പറയണത്. ഇജ് വെള്ളിപ്പഴ മൂത്തൊക്കെ മാന്തിയില്ലേ? ഞാൻ പറഞ്ഞിരിക്കണം കേട്ടോ, ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കണം, എല്ലാവരോടും പറഞ്ഞിരിക്കണം. സോ തണുപ്പൊന്നുമില്ല കേട്ടോ. എന്താണ് തള്ളണ്? രജിത്ത് പുട്ടല്ലോ തിന്നത്. നമ്മൾ ഈ പൊറാട്ടയും പിന്നെ മസാല ദോശ ഒക്കെ തിന്നിട്ട് ഇങ്ങനെ തള്ളണ എന്തിനാ? ഇവിടെ ഒരു തണുപ്പുമില്ല, തണുപ്പും കാര്യമായിട്ടൊന്നുമില്ല. ഇന്നലെ രാത്രി വന്നപ്പോൾ തണുപ്പുണ്ടായിരുന്നു. ആകെ കുട്ടികളൊക്കെ ആകെ അങ്ങനെ ഇതാക്കി പനി വന്ന്. ഓക്കെ, അപ്പം ഇന്ന് നേരം വെളുപ്പോൾ തണുപ്പും കാര്യമൊന്നുമില്ല. ഞങ്ങളത് അങ്ങനെ യാത്രയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആണോ, ഞാൻ ഇനി പുറം കാണിക്കാം. ഇതാണ് തോണാപട്ടിയിലേക്കുള്ള ഒരു വഴി. ഉണ്ടോ, ഇത് മലൻ്റെ മേലിലേക്ക് പോവുകയാണ്. സൂസൈഡ് പോയിന്റ് ആണ്. ടോപ്പിൽ പോയിട്ട് അവിടുന്ന് ഊട്ടി ഫുള്ള് കാണാമെന്നാണ് പറയണത്. ഓക്കെ, അപ്പം എന്തായാലും പോയി നോക്കുക. കുട്ടറേറ്റ് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോവുക, എന്നിട്ട് തിരിച്ച് നാട്ടിലും കയറുക. ഓക്കെ, അത്രേ ഉള്ളൂ നമ്മൾ യാത്രയുടെ ലക്ഷ്യം. ചുമ്മാ ഒരു വീട്ടിലിരുന്ന് ഇങ്ങനെ ബോർ അടിക്കുമ്പോൾ പിന്നെ കുട്ടറേറ്റൊക്കെ പുറത്തിറങ്ങുക, ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ പോയിട്ട് ഇങ്ങനെ
നമ്മൾ കണ്ടും പിടിച്ചും തമാശയായി എൻജോയ് ചെയ്തിട്ട് പോരാം. നല്ല നമ്മളെ കരേക്കാർക്ക് പോണ റോഡില്ലേ, വളാശ്ശേരി കരേക്കാട്ട് ഇവരൊക്കെ അങ്ങനത്തെ വീതി ചെറിയ കയറ്റൊക്കെയുന്ന റോഡ്. ഓക്കെ, അങ്ങനെ ഇതാ പോകുന്നു നമ്മുടെ റോഡ് കണ്ടോ. വലിയ കുട്ടി. അങ്ങനെ നമ്മൾ സൂസൈഡ് പോയിന്റ് എത്തിയിട്ടോ. ജസ്റ്റ് സൂസൈഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 സൈഡിലും വഴിയോര കച്ചവടക്കാരാണ്. വില കൂടുതലാട്ടോ, കൗത്തറുപ്പൻ റേറ്റാണ് ഇവിടെ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നമ്മൾ നേരെ അങ്ങനെ സൂസൈഡ് പോയിന്റ് ആ തല വരെയായിട്ട് പോവുക. ഓക്കെ, സെക്രട്ടറി വീഡിയോ കട്ടിയ കടിച്ചു പിടിക്ക് തിന്നടാ ബിസ്ക്കറ്റ് തിന്നടാ ബിസ്ക്കറ്റ് തിന്നോ അതൊക്കെയാണോ ഏത് ഇത് ടീ ഫാക്ടറി. ഓക്കെ, നമ്മൾ അറിഞ്ഞ് വന്ന് കൂടാതെ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ഗെയിംസ് ഉണ്ട്. ഇതാ റോപ്പിൻ്റെ ഒക്കെ റംഷാദ് അത് അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ, അങ്ങനെ കുറച്ച് പരിപാടികൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിപ്പോൾ ഡ്രോണ് നമ്മൾ പറപ്പിക്കാൻ പഠിക്കണം കേട്ടോ. നമുക്കിത് അറിയൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് അത് ട്രൈ ചെയ്യാണ്. അപ്പോൾ ആ ട്രൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ എത്ര ലാഗിങ് ഒക്കെ ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ അങ്ങോട്ട് കറക്കണം ഇങ്ങോട്ട് കറക്കണം. ഞങ്ങള് പിന്നെ എവിടേക്ക് പോയത്? 2 സ്ഥലത്ത് പോയി, പാർക്കിംഗ് കിട്ടിയില്ല. 2 സ്ഥലത്തും പോയി. 2 സ്ഥലത്തും ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്. പാർക്ക് കിട്ടിക്കാത്ത പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ പോട്ടാൻ കൊണ്ട് വണ്ടി ഇടിപ്പിച്ചത് വണ്ടിയിൽ ഒരാൾ വന്നിട്ട് ഇടിച്ചു. ഊട്ടിയിൽ മൊത്തം പാർക്കിംഗ് വണ്ടി ഇടിപ്പിച്ചതാണ്. ഇടിച്ചു എന്നല്ല, വണ്ടി ഇപ്പൊ റിവേഴ്സ് ഇട്ട് ഞാൻ മനഃപൂർവ്വം ഇടിപ്പിച്ചതാണ്. കൊറേ നേരായി വണ്ടി ഇടിച്ചു. എത്ര? 150. ഒക്കെ ഒരു പുതിയ അനുഭവങ്ങളാണ്. ഇന്ന് പുതിയ അനുഭവമാണ്. വണ്ടി ഇടിച്ചു മനഃപൂർവ്വം ഒരു പൂതി ഒക്കെ ഒരു പുതിയ വണ്ടി രണ്ടാളും എടുക്കൂല ആ വണ്ടി എന്തായാലും ബാക്ക് എടുക്കൂലെന്ന് തരാ ആടി കാണിക്കുക. ഇരുന്നു ഞാൻ അനുനാവ് വരട്ടെ അനു അങ്ങണ്ട് ഞാൻ അനക്കാവ് വരാ കെട്ടി വെച്ചിട്ട്
താത്താവ് പറയണോക്കി താത്താക്ക് കൊടുത്തിട്ടില്ല പറയണോക്കി ഇന്റെ കുട്ടി ഇതെന്താക്ക ഇതെന്താണ് കുത്തിച്ചിക്കണ് ഇത് മുളച്ചു പോന്നെ കൂല് മുളച്ചു പൊന്തിയതാ എന്താ എന്തിനാണ് ഉമ്മയുടെ കയ്യിലിരിക്കുന്ന സാധനമാണ് അത് അവിടെ കിടക്കുന്നുണ്ട് അതമ്മ ഓരോ കാര്യം നോക്കിണ്ടല്ലോ ഐ ഉമ്മ ഇപ്പൊ മറ്റേ ഒന്നും കാട്ടില്ല അജ്ജി എടുത്തപ്പോ ഇത് മിഷീൻ ചോദിച്ചു കണ്ണാടി ചോദിച്ചു പോവാണ് രക്തത്തെ ചിത്തെന്ന് അറിയില്ലേ ബാന്ന് പറഞ്ഞ വീഡിയോ വന്നപ്പോ ഇപ്പുറം പോയതാ അങ്ങോട്ട് നോക്കണ്ടെന്നാ ക്യാമറ കാണുമ്പോ ഓടുകയാണ് ക്യാമറ അവിടെ ഉള്ളിൽ വെച്ച് പിടിക്കണ ക്യാമറ ഉള്ളിൽ വെച്ച് ഷൂട്ട് ചെയ്യും അനുവിന്റെ കയ്യിലുള്ളതിൽ കണ്ടാ ചാടുട്ടോ. അതന്നെ ഞാനും പറഞ്ഞതേ അതിന് കൊടുക്കണ്ട കുട്ടിക്ക് കൊടുക്കണ്ട എന്റെ കുട്ടിക്ക് കൊടുക്കട്ടാ അത് വെക്കാണ് അവിടെ ആ കുട്ടിക്ക് കൊടുക്കട്ടാ ടാറ്റ കാട്ടി കുടുംബക്കാരെന്നെ ഇറങ്ങി ഞങ്ങള് പോവാണ്. ഓക്കെ ഞങ്ങളിതാ ഒരു ഓഫ് റോഡ് അല്ല ഓഫ് റോഡ് എന്ന് പറഞ്ഞ പോലെ കണ്ടില്ലേ എന്റെ കോലം കണ്ടില്ലേ ഞാൻ റോക്ക് മോഡലാണ് ഇട്ടിട്ടുള്ള വണ്ടി കേട്ടോ വണ്ടി റോക്ക് മോഡൽ എടുത്തിട്ട് അവിടെ പോകുന്നു. അപ്പൊ മക്കളെ ഞങ്ങളെ ഓഫ് റോഡ് എന്ന് പറഞ്ഞ കല്ല് തട്ടുള്ള കല്ല് 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 ഒക്കെ ഞാൻ കാണുന്നുണ്ട് മക്കളെ ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഓഫ് റോഡാണ് നമ്മളെ വണ്ടി റോക്ക് മോഡിലിട്ട് ഓടുന്നത്. അവിടെ നിന്ന് അതൊക്കെ കറക്റ്റ് പിടിച്ചിട്ടുണ്ട്. ഇത് ഈ പാലറ്റിന്റെ മുകളിൽ ടയർ കയറും. അവിടെ ഇരുന്നിട്ട് ഒരാള് പറത്തിട്ടുണ്ട്. നീ വണ്ടിന്റെ ഉള്ളിൽ കയറിയിരുന്നോ? വണ്ടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് വെല്ലനെ നമുക്ക് അതുവരെ കൊണ്ടുപോയിനെ ഇല്ലേ? ഒരു മിനിറ്റ് ഞാൻ ചായ അടിച്ചത് ജ്യൂസ് ലൈമല്ലാതെ എനിക്ക് ലൈമ് വേണ്ട. എനിക്കൊരു എക്സാമും ഇല്ല. ഞാൻ വരും. എനിക്ക് കണക്ഷനല്ലേ നമുക്ക് മുംബൈക്ക് സെയിം ഫ്ലൈറ്റ് ടിക്കറ്റ് പറയാത്തല്ല ചിക്കനിലെന്തോ ഒന്ന് മീനിലെന്തോ ഒന്ന് ബീഫിലെന്തോ ഒന്ന് മൂന്നിന് പറഞ്ഞു
സോ ഗൈസ് നമ്മൾ ആവോലിൻ്റെ പിന്നെ മാംഗോ കറി, നൂൽ പൊറോട്ട, ബീഫ് ഇസ്റ്റു, അതെന്താ ചിക്കൻ്റെ എന്താണ് സ്കൂബിളെന്നൊക്കെ പറഞ്ഞാൽ അധികം. പിന്നെ അപ്പം വന്നിട്ടില്ല, ഞാനെന്നില്ല വന്നിട്ടും കാര്യമൊന്നുമില്ല. ഇവിടെ ഒരാൾക്ക് പ്ലേറ്റ് വെച്ചിട്ടില്ല. പൊട്ടച്ച് പൊട്ടിക്കോ. ഏതാ വേണ്ടത്? അനുവിന് ഏതാ വേണ്ടത്? അനുവിനെന്താ വേണ്ടത്? അനു നിങ്ങൾ അപ്പം പറഞ്ഞു. പിന്നെ ഞങ്ങളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ കഴിഞ്ഞു മൈസൂർ, ഊട്ടി എല്ലാം കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ നിലമ്പൂരെത്തില്ല. നിലമ്പൂരെത്തിയ സമയം 8:30 മണിയായി. ഇപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഇതോടെ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. ഇനി നേരെ വീട്ടിൽ പോവാം. അള്ളാ ഉറങ്ങാം. നാളെ കാലത്ത് ഡ്യൂട്ടി ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ വൈകി അറിയാം. അപ്പോൾ ഓക്കെ, സ്റ്റേ ട്യൂൺ. ഗുഡ് നൈറ്റ്, ബൈ ബൈ.